ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് വിഷയങ്ങൾ, കാരണം ലെബനാൻ്റെ സൈഡിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേൽ ലെബനാനുമായിട്ട് വെച്ചിരുന്ന ആ ഒരു സമാധാന ഉടമ്പടി അത് റദ്ദാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ തന്നെ അതിനെ സ്ക്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തുടരെ ഇന്നലെ ഒരു 50 to 60 എയർ സ്ട്രൈക്ക് ലെബനാൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ നടത്തിയതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ ഇന്ത്യയിലേക്കുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സും കൂടി നമുക്ക് നോക്കാം. ഇസ്രായേൽ ലെബനാൻ ബന്ധം ഏതാണ്ട് 2024 ശേഷം ശരിക്കും വല്ലാത്ത രീതിയിൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് അമേരിക്ക, സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങളും കൂടി സഹകരിച്ചാണ് ശരിക്കും ഇസ്രായേലും ലെബനാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഫണ്ട് മുടക്കാനുള്ള താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ ലെബനാനിൽ സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അതിലൂടെ ലെബനാൻ്റെ ഉള്ളിൽ ഈ ഷിയ മുസ്ലിംസിൻ്റെ ഡോമിനേഷൻ കുറയ്ക്കാനും, അതായത് ഇറാൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും, പക്ഷേ അതേസമയം അതുപോലെ തന്നെ സുന്നി മുസ്ലിംസ്, അതുപോലെ ഇസ്ലാം ഇതര മതസ്ഥർ, ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സൊസൈറ്റിയെ കുറച്ച് നിലനിർത്തി കൊണ്ടുപോകാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്, അവരുടെ ഡോമിനേഷൻ കൊണ്ടുവരാനും. അപ്പം ഗവൺമെൻറ്റിലേക്ക്, ലെബനാൻ്റെ ഗവൺമെൻറ്റിൻ്റെ സൈഡിലേക്ക് സൗദി അറേബ്യയുടെ സ്വാധീനം നല്ല രീതിയിൽ വേണം എന്നുള്ള തരത്തിലാണ് സൗദി അറേബ്യ ഈ പൈസ മുടക്കിക്കൊണ്ട് ലെബനാനെ ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ ലെബനാൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതാണ് സൗദി അറേബ്യ. ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല. പക്ഷേ അതേസമയം സൗദി അറേബ്യയാണ് പൈസ മുടക്കുന്നതെങ്കിലും സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ആ സുന്നി ഫണ്ടമെന്റലിസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സൗദി അറേബ്യ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ പൈസ മുടക്കുന്നത്. പക്ഷേ അതേസമയം ആ പൈസയിൽ ലെബനാൻ ഇസ്രായേലിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം, അതായത് ഇസ്രായേലിൻ്റെ കൺട്രോളിൽ നിൽക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. രണ്ടും രണ്ട് തരത്തിലാണ്. പക്ഷേ ഇതിനകത്ത് ശരിക്കും സ്പെൻഡ് ചെയ്യുന്നത് സൗദി അറേബ്യയും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഇസ്രായേലിനും. ഇതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതേസമയം ഇസ്രായേലിൻ്റെ സ്പെൻഡിങ് വേറെ തരത്തിലാണ്. അതായത് ഇസ്രായേൽ അവരുടെ നോർത്തേൺ ഇസ്രായേലിൻ്റെ ആ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ സെക്യൂർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സദൻ ലെബനാൻ ഭാഗത്ത് തുടരെയുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സൗദി അറേബ്യ ഇൻഡയറക്ട്ലി ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. എന്തിനാണ്? ഈ ഹെസ്ബുള്ളയെ അടിച്ച് തുരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്രായേൽ ഈ ടാസ്ക് പൂർത്തിയാക്കുന്ന വ്യക്തിയായിട്ടും ശരിക്കും സൗദി അറേബ്യയുടെ ഒരു പോരാളിയാണ് ഇസ്രായേൽ എന്നുള്ള തരത്തിലാണ് ലെബനന്റെ വിഷയം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അങ്ങനെ ആ ഒരു സൈക്ലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇസ്രായേൽ അവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താണ്? ലെബനാനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഹെസ്ബുള്ള ആയുധങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇതാണ് നമ്പർ 1 പോയിന്റാണ് അവരുടെ. ഇതിനു മുമ്പ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ലിറ്റാനി റിവർ വരെയുള്ള പോർഷൻ ഡീമിലിറ്ററൈസ് ചെയ്യണം, ഈ ഹെസ്ബുള്ള അതിനപ്പുറത്തേക്ക് കടന്നു പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു പീസ് ട്രീറ്റ് വയ്ക്കുന്ന സമയത്ത് ലിറ്റാനി റിവറിനപ്പുറത്തേക്ക് ഹെസ്ബുള്ള പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് എൻറ്റയർ ലെബനാൻ മൊത്തത്തിൽ ഹെസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മൈൽഡ് ആയിട്ടുള്ള വ്യത്യാസമാണ്, പക്ഷേ അത് വലിയ മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ലെബനാൻ്റെ ഉള്ളിൽ നിന്ന് ഹെസ്ബുള്ളയെ മൊത്തത്തിൽ തുടച്ചു മാറ്റുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ലെബനാനും ഇസ്രായേലിനും ഇടയിൽ പെർമനൻ്റ് ആയിട്ട് ബഫർ സോൺ നിലനിർത്തുക. ആ ബഫർ സോണിൽ ഇസ്രായേലിൻ്റെ ഭടന്മാരെയും കൂടി ചേർത്ത് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഭടന്മാരെ അവിടെ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അപ്പം ഇതിനെല്ലാത്തിനും ഒരു കൂട്ടായിട്ട് അമേരിക്കയുടെ സപ്പോർട്ട് എന്നുള്ള നിലയിൽ സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്ത് ഇസ്രായേലിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വിഷയത്തിൽ. അപ്പോൾ അത് അമേരിക്ക ത്രൂ ഈ ഒരു ഹെൽപ്പ് സൗദി അറേബ്യയുടെ നിന്ന് ഇസ്രായേൽ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഫണ്ടിങ് അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇസ്രായേലിൻ്റെ ക്ലിയർ ആയിട്ടുള്ള താല്പര്യം ഈ വിഷയത്തിൽ. പ്രധാനമായിട്ടും ഡിസാം ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് തുടരെ അറ്റാക്കുകൾ നടത്തുന്നത്. ഇന്നലെയും ഒരു 60-ലേറെ ആക്രമണങ്ങൾ നടത്തിയതും ഇതിൻ്റെ പേരിലൊക്കെ തന്നെയാണ്. നിരവധി പേര് ലെബനൻ്റെ ഉള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാൻ വളരെ വ്യക്തമാണ്. നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകൾക്ക് നേരെ ഒരു തരത്തിലുള്ള അറ്റാക്കും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതുകൂടാതെ ഇസ്രായേൽ നടത്തിയ അറ്റാക്കുകൾക്കെല്ലാം തന്നെ, അതായത് ഈ കെട്ടിടങ്ങൾ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, ഈ പുനർനിർമ്മാണം ഇതിന് വേണ്ടിയിട്ടൊക്കെ സൗദി അറേബ്യ ഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഫണ്ട് ചെയ്യും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു ഗൾഫ് രാജ്യങ്ങളും ലെബനാനെ റീബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ ലെബനാനെ സംബന്ധിച്ചിടത്തോളം ഈ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, ഈ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ തയ്യാറാവാത്തത് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്ന പറഞ്ഞാൽ അമേരിക്ക, സൗദി അറേബ്യ, ഫ്രാൻസ്, ഇസ്രായേൽ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഫണ്ട് ഇപ്പം നമ്മൾ അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുവെങ്കിൽ ഇവരായിരിക്കും ലെബനാൻ്റെ ഉള്ളിൽ ഈ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. പ്രത്യേകിച്ച് അമേരിക്ക അവരുടെ കമ്പനിയെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി കളിക്കാനുള്ള
സാഹചര്യം വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കൊടുക്കുന്ന ഫണ്ടെല്ലാം തന്നെ ഇസ്രായേൽ ഇപ്പം നിലവിൽ ഈ ലെബനാന്റെ ഉള്ളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യപ്പെടും. എവിടെ? സദൻ ലെബനാന്റെ ഭാഗത്ത്. അത് തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും അതിനുവേണ്ടി തന്നെയായിരിക്കും ഈ പ്രാഥമികമായിട്ട് കിട്ടുന്ന ഫണ്ടെല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ ലെബനാന്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ച് ഫണ്ടിങ് നടത്താത്തത്. അപ്പം ലെബനാനും ഇസ്രായേലും തമ്മിൽ ഈ ട്രൂസ് എഗ്രിമെന്റ്, വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച് 1 ഇയർ പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ സ്വമേധയാ ആ ഒരു ട്രൂസ് ഡോക്യുമെന്റ് എടുത്ത് കീറിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഇങ്ങനെ ഒരു സമാധാന കരാർ നിലനിൽക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ലെബനാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ബെയ്റൂത്ത് എന്നല്ല, ഇനി ഏത് ഭാഗത്തും അത് പ്രതീക്ഷിക്കാം. ഇന്ത്യ S-400 എന്ന് പറഞ്ഞ ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, റഷ്യയിൽ നിന്നും ഇന്ത്യ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബാറ്ററി സിസ്റ്റമാണ് S-400 എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം. ഇതിലേക്കുള്ള ആ ഒരു മിസൈൽ ഏതാണ്ട് 10,000 കോടി ബഡ്ജറ്റ് ഇട്ടാണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 300 എയർ ഡിഫൻസ് മിസൈലുകളാണ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 300 എയർ ഡിഫൻസ് മിസൈലുകൾ. S-400 എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ആ ഒരു മിസൈൽ സിസ്റ്റംസ് 300 എണ്ണമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. റോസോബോറോൻ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്, റഷ്യൻ കമ്പനിയുമായിട്ടാണ് ഈ ഡീൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ Su-30 MKI എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ മോഡേണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യയുടെ റഡാർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ അതിനകത്ത് ഘടിപ്പിച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ മോഡേണൈസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു Su-30 ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഗ്രഡേഷൻ. ഈ അപ്ഗ്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അർമേനിയ ഇതിലൊരു 12 ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ആ ഒരു വിഷയമാണ് ഇന്ന് വല്ലാത്ത രീതിയിൽ തേജസ് ഫൈറ്റർ ജെറ്റുമായിട്ട് കൂട്ടിക്കുഴച്ച് ഗ്ലോബൽ മീഡിയ ഇന്ത്യക്കെതിരെ ഒരു റോങ് പ്രൊപ്പഗൻഡ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ് നമ്മളുടെ മെയിൻ ചാനലിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യ INS വിശാൽ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ ബ്ലൂ വാട്ടർ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു പദ്ധതി നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2 രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് കോമ്പറ്റീഷനിലുള്ളത്. ഒന്ന് ഫ്രാൻസും മറ്റൊന്ന് UK-യും. UK-യുടെ BEA എന്ന് പറഞ്ഞ കമ്പനിയും അതേപോലെ ഫ്രാൻസിൻ്റെ നവാൽ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പുമാണ് ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽ ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതുവരെ സെലക്ഷൻ നടന്നിട്ടില്ല. ഇതിൻ്റെ UK-യുടെ പ്രൊപ്പോസലിൽ 65,000 ടണ്ണാണ് എൻറ്റയർ വെസലിൻ്റെ ഒരു ഭാരം. അവരും എക്സ്ക്ലൂസീവായിട്ടുള്ള പല ടെക്നോളജിയും ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതേസമയം ഫ്രാൻസ് ആണെങ്കിൽ 76,000 ടണ്ണാണ് മൊത്തത്തിൽ ഈ വെസലിൻ്റെ ആ ഒരു ഭാരമാണ് ഇവർ ഫ്രാൻസിൻ്റെ പ്രൊപ്പോസലിലുള്ളത്, നവാൽ ഗ്രൂപ്പ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ UK-യുടെ പ്രൊപ്പോസലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഫ്രാൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിൻ്റെ പ്രൊപ്പോസലുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഫ്രാൻസിൻ്റെ പ്രൊപ്പോസലിനെയാണ് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തുന്നത്. അതേപോലെ ഇന്ത്യ ശരിക്കും ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോജക്റ്റുകളുണ്ടല്ലോ, ഈ പ്രോജക്റ്റ് ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇന്ത്യക്കുള്ളിൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ, ശരിക്കും നമ്മൾ ഈ ഡേറ്റാ സെൻ്ററൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഇനി മാസീവായിട്ടുള്ള ഡേറ്റാ സെൻ്ററുകളൊക്കെ ഇന്ത്യക്കുള്ളിൽ വരേണ്ടതുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ടുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് AI ടെക്നോളജിയും ഇതേപോലെയുള്ള ക്ലൗഡ് സർവീസ് മാനേജ്മെൻറ്റ് എല്ലാം തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഡേറ്റാ സെൻ്ററുകളൊക്കെ പൂർണ്ണമായിട്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാസീവായിട്ടുള്ള പവർ ഗ്രിഡുകൾ ആവശ്യമാണ്. അപ്പോൾ പവർ ഗ്രിഡുകൾ എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലല്ലാതെ ഗ്രീൻ എനർജി എന്നുള്ള രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഡേറ്റാ സെൻ്ററുകളെല്ലാം തന്നെ 24/7 റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അത്രമാത്രം പവർ കൺസംഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ച് അതിൽ നിന്നുമുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത്. പിന്നെ സോളാർ പ്ലാന്റുകൾ ഒരു സൈഡിൽ. അപ്പോൾ അങ്ങനെ ഇത് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ഗ്രീൻ എനർജിയിലേക്ക് രാജ്യത്തിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം എഫക്റ്റീവായിട്ടുള്ള മാനറിൽ ഇന്ത്യ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൈവറ്റൈസേഷൻ പ്ലാനിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിലവിലെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എത്രയും വേഗം പ്രൈവറ്റൈസേഷൻ ചെയ്യുക എന്നുള്ളത്. ഇന്ത്യ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ഫേസിലേക്ക് അടുത്ത ഘട്ടമായിട്ട് 7,280 കോടി നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ബഡ്ജറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ മാഗ്നറ്റ് ആ ഒരു ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചൈനയെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ കൂടുതൽ നമ്മൾ പുഷ് ചെയ്യുന്നത്. ഫണ്ട് 6,000 മെട്രിക് ടൺ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫണ്ട് ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ പുഷ് ചെയ്യുന്നത്. അതായത് ടാർഗറ്റിംഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി 6,000 മെട്രിക് ടൺ പെർ ആനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാനൊരു ചാർട്ട് കാണിക്കുന്നുണ്ട്. ഈ ചാർട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിലവിൽ ഇന്ത്യ റെയർ എർത്ത് എലമെന്റ്സ്
റിഫൈൻ ചെയ്തെടുക്കുന്നതിൽ 3-ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 7-ാം സ്ഥാനമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചൈന നമ്പർ 1 ആണ്. ഇപ്പോൾ ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കൂ, ചൈന ഇതിനകത്ത് 44,000 മെട്രിക് ടൺ പെർ ആനമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ തൊട്ടടുത്ത് ബ്രസീലാണ്. ബ്രസീൽ ഏതാണ്ട് 21,000 മെട്രിക് ടണ്ണാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ 6,900 മെട്രിക് ടണ്ണാണ് ഇപ്പോൾ നിലവിൽ. നമ്മൾ വീണ്ടും ഇപ്പം അഡീഷണൽ ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് വീണ്ടും ഇതിനെ ഡബിൾ ചെയ്തിട്ട് ഒരു 12,000 മെട്രിക് ടൺ പെർ ആനം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യാണ്. വരുന്ന ഒരു 5-6 വർഷം കൊണ്ട് നമ്മൾ ബ്രസീലിനെ മറികടന്നുകൊണ്ട് നമ്മൾ ചൈനയ്ക്കൊപ്പം എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഇന്റർണൽ മാനുഫാക്ചറിംഗിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ്, ചിപ്പ് മാനുഫാക്ചറിങ്, അതുപോലെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആധിപത്യം പുലർത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനയെ തന്നെ എക്സ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം രൂപപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഈ ടൈമിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഫണ്ട് പുഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇതിനെ തൊട്ട് താഴെ നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്ക് ഏതാണ്ട് 5,700 ടൺ പെർ ആനം അവർക്കും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീക്കുന്നത്. ഇന്ത്യ K5 എന്ന് പറഞ്ഞ SLBM പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിടുന്നുണ്ട്. ഒഡീഷ, ചാന്ദിപ്പൂർ അല്ലെങ്കിൽ ബാലാസൂർ കോസ്റ്റ്, ഇവിടെ നിന്നാണ് ഈ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഏതാണ്ട് 5,000 to 7,500 കിലോമീറ്റർ റേഞ്ചാണ് ഇതിനകത്ത് വരുന്നത്. അഗ്നി 5 സീരീസിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു മിസൈൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ ഓഷൻ്റെ ആ ഒരു സൈഡിൽ നോട്ടം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പം വൈകാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടം പ്രഖ്യാപിക്കും. ഈ ഒരു മിസൈൽ പരീക്ഷണം ഇന്ത്യ നടത്തുകയും ചെയ്യും. സബ്മറൈനിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഈ SLBM എന്ന് പറയുന്നത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. നമ്മൾ പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നത് 4,790 കിലോമീറ്റർ. അതായത് നമ്മൾ എപ്പോഴും 5,000 കിലോമീറ്റർ റേഞ്ച് ബിയോണ്ട് ലെവലിൽ നമ്മൾ പരീക്ഷണം നടത്താറില്ല. കാരണം അത് ഇന്റർ കോണ്ടിനെന്റൽ ലെവലിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ അഗ്നി 5-ന് അതിനേക്കാളും കപ്പാസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 7,500 കിലോമീറ്റർ റേഞ്ച് വരെ നമുക്കിപ്പോൾ ഇതിനകത്ത് പരീക്ഷണം നടത്താൻ സാധിക്കും. പക്ഷെ നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊരുപാട് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് മാനങ്ങളുണ്ട്. ജിയോ പൊളിറ്റിക്കൽ തലത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ബിലോ 5,000 കിലോമീറ്റർ റേഞ്ചിൽ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.